അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു ഒരു സൈന്യവുമായി മിസ്ർ ദേശത്തെത്തി ഇസ്കന്ദരിയ അലക്സാണ്ട്രിയ പട്ടണത്തിൽ ചെന്നിറങ്ങിയപ്പോൾ അലക്സാണ്ട്രിയയിലെ ഒരു പ്രമുഖൻ മുസ്ലിമീങ്ങളിൽ നിന്നൊരു വ്യക്തിയെ സംസാരിക്കാൻ ക്ഷണിക്കുന്നുണ്ട്. അങ്ങനെ തൻ്റെ പരിഭാഷകനെയും കൂട്ടി അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവാണ് ഇസ്കന്ദരിയയിലെ ആ പ്രമുഖനോട് സംസാരിക്കാൻ ചെന്നത്. അയാൾ ചോദിക്കുന്നുണ്ട്, മാ അൻതും, നിങ്ങൾ ആരാണ്, എന്താണ്? അപ്പോൾ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, ഇന്നാ നഹ്നുൽ അറബ്, ഞങ്ങൾ അറബികളാണ്. അഹ്ലു ഷൗക്കി വൽ ഖറദ്, കൊന്നയുടെയും മുള്ളിൻ്റെയും വാക്താക്കൾ. കൊന്ന ഉപയോഗിച്ച് മൃഗങ്ങളുടെ തോല് ഊറിയിട്ട് തോല് സംസ്കരിച്ച് ഉപയോഗിച്ചിരുന്ന ആളുകൾ എന്ന അർത്ഥത്തിൽ. വ അഹ്ലു ബൈത്തില്ല, അള്ളാഹുവിൻ്റെ ഭവനമായ കഅബയുടെ വാക്താക്കൾ. കുന്ന അദിയഖന്നാസി അർദൻ വ അശദ്ദഹും ഐഷൻ, ഞങ്ങൾ ക്ലേശപ്പെട്ട് ഞെരുങ്ങി ജീവിക്കുന്ന ആളുകളായിരുന്നു. നഅ്കുലുൽ മൈതത വദ്ദം, ഞങ്ങൾ ശവം തിന്നിരുന്നു, രക്തവും. ഇങ്ങനെ അറബികൾ ആരായിരുന്നു എന്ന് അംർ പറഞ്ഞതിന് ശേഷം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. ഹത്താ ഖറജ ഫീനാ റജുലുൻ ലൈസ ബി അഅളമിനാ യൗമഇദിൻ ശറഫൻ വല അക്സരിനാ മാലൻ എന്നൊക്കെ പറഞ്ഞ് തിരുനിയോഗത്തെക്കുറിച്ച് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രക്ഷപ്പെടുത്തിയ വിഷയമൊക്കെ പറഞ്ഞ് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുകയാണ് ഈ ഇസ്കന്ദരിയയിലെ നേതാവിന്. ഞാനിതിവിടെ ഉദ്ധരിച്ചത് ആരായിരുന്നു അറബികൾ, അന്നത്തെ ബൗദ്ധവിശ്വാസികൾ. നഅ്കുലുൽ മൈതത വദ്ദം, ശവം തിന്ന് രക്തം കുടിച്ച് ജീവിച്ചിരുന്നവർ. ഇതേപോലെ ഹബശ്യ നാട്ടിലെ ഹബശീനിയയിലെ നജാഷി രാജാവ് ദീനിനെക്കുറിച്ച് ജാഫർ ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹുവിനോട് സംസാരിക്കുന്നുണ്ട്. മാ ഹാദ ദീനു അല്ലദീ ഫാറഖ്തും ഫീഹി ഖൗമക്കും, നിങ്ങളുടെ ജനതയോട് വിയോജിച്ച് നിങ്ങൾ പുൽകിയ ദീൻ ഏതാണെന്ന് ചോദിച്ച് ഇസ്ലാമിനെ അറിയാൻ ഭാവിച്ചപ്പോൾ ജാഫർ റളിയല്ലാഹു തആലാൻ്റെ പ്രതികരണം, അയ്യുഹൽ മലികു കുന്ന ഖൗമൻ അല ശിർക്ക് നഅബുദുൽ അസ്നാം വനഅ്കുലുൽ മൈത വനസ്തഹില്ലുൽ മഹാരിം എന്നാണ്. രാജാവേ, കുന്ന ഖൗമൻ അല ശിർക്ക്, ഞങ്ങൾ ഷിർക്കിൽ ജീവിക്കുന്ന ഒരു ജനതയായിരുന്നു. നഅബുദുൽ അസ്നാം, ഞങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കുകയും വനഅ്കുലുൽ മൈത, ശവം തിന്നുകയും ചെയ്യുന്ന ആൾ വിഭാഗമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, അന്ന് ആളുകളിൽ ശവന്തീനികൾ, ചോര കുടിക്കുന്നവർ, ഇതായിരുന്നു അവരുടെ അവസ്ഥ. അതെന്തുകൊണ്ട്? ജീവിത വിഭവങ്ങളും ഉപജീവന മാർഗങ്ങളും പരിമിതമായതിനാൽ. വരൾച്ചയും കെടുതിയും ഉണ്ടായാൽ പറയേണ്ടതുമില്ല. ഒരിക്കൽ വിശുദ്ധ മദീനയിലേക്ക് അബൂ സുഫിയാൻ വരുന്നൊരു ചരിത്രമുണ്ട്. മക്കയിലേറ്റ ഒരു വറുതി സങ്കടപ്പെടാനാണ് വരുന്നത്. ചരിത്ര നിവേദനത്തിൽ അസാബത്ഹും സനതുൻ ഹസ്സത് കുല്ല ഷൈഇൻ ഹത്ത അകലുൽ മൈതത വൽ ഇദാമ വൽ ജുലൂദ്, വരൾച്ച ബാധിച്ചു എല്ലാത്തിനെയും. അങ്ങനെ അവർ അകലുൽ മൈതത വൽ ഇദാമ വൽ ജുലൂദ്, ശവവും അസ്ഥിയും തോലും ഒക്കെ തിന്നുന്നിടത്തേക്ക് അവരെത്തി എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്ത് പിന്നീട് മഴ വർഷിച്ചതൊക്കെ ആ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. ബഹുദൈവ വിശ്വാസികൾ അന്ന് മക്കയുടെ പരിസരങ്ങളിൽ എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത് എന്നതാണ് നമ്മൾ ഈ ചരിത്രമൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. അവരുടെ സ്നിഗ്ധഘട്ടങ്ങളിലും അസന്നിഗ്ധ ഘട്ടങ്ങളിലും അനിവാര്യതകളിലും അല്ലാത്തപ്പോഴും ശവം അവർ തിന്നുമായിരുന്നു. ശവമാകട്ടെ അത് അശുദ്ധമാണ്, നിഷിദ്ധമാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്തിൽ വരെ നിഷിദ്ധവും അശുദ്ധവുമായത് തിന്ന് വിശുദ്ധമായതിനെ അവർ വിലങ്ങി. അത് ആരാധ്യന്മാരുടെയും വിഗ്രഹങ്ങളുടെയും മറ്റും പേരിൽ നേർന്നിട്ട് അന്ധവിശ്വാസങ്ങൾ പേറി അനാചാരങ്ങളിൽ മുഴുകി അവർ തങ്ങൾക്ക് തടഞ്ഞു. എത്ര ഭോഷ്കമായ വിവരശൂന്യമായ അവസ്ഥയിലായിരുന്നു അന്ന് ബൗദ്ധവിശ്വാസികൾ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ളൊരു നിവേദനത്തിൽ ഈ മുശ്രിക്കുകൾ മുസ്ലിമീങ്ങളോട് തർക്കിക്കുന്നുണ്ട്. മാ ദബഹല്ലാഹു ഫലാ തഅകുലു വമാ ദബഹ്തും അൻതും അകൽതുമു, അള്ളാഹു അറുത്തത് അഥവാ ശവം നിങ്ങൾ തിന്നുന്നില്ല, നിങ്ങൾ അറുത്തത് നിങ്ങൾ തിന്നുന്നു. ഇത് വിരോധാഭാസമല്ലേ എന്നാണ് അവരുടെ ചോദ്യം. അള്ളാഹു അറുത്തതെന്ന് പറഞ്ഞാൽ അറുക്കണില്ല, പിന്നെയോ അറവേൽക്കാതെ ചത്തതിനെയാണ് അവർ മാ ദബഹല്ലാഹു ഫലാ തഅകുലു എന്ന് പറയുന്നത്. ചത്തത് നിങ്ങൾ തിന്നുന്നില്ല, നിങ്ങൾ അറുത്ത് ജീവൻ പോയതിനെ നിങ്ങൾ തിന്നുന്നു. മുശ്രിക്കുകൾ ഈ വിദണ്ഡവാദവുമായി വന്നു. ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നുണ്ട്,
യാ റസൂലല്ലാ അനഅകുലു മാ നഖ്തുൽ വലാ നഅകുലു മാ യഖ്തുലുല്ലാ. തിരുദൂതരെ, ഞങ്ങൾ കൊന്നതിനെ ഞങ്ങൾ തിന്നുന്നു, അള്ളാഹു കൊന്നതിനെ ഞങ്ങൾ തിന്നുന്നില്ല. അതായത് ഞങ്ങൾ അറുത്ത് ജീവൻ പോയതിനെ ഞങ്ങൾ തിന്നുന്നു, എന്നാൽ അള്ളാഹു ജീവനെടുത്ത് ചത്തതിനെ ഞങ്ങൾ തിന്നുന്നില്ല. അതെന്തെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് സൂറത്തുൽ അൻആമിൽ ഫകുലു മിമ്മാ ദുകിറ സ്മുല്ലാഹി അലൈഹി ഇൻ കുൻതും ബിആയാതിഹി മുഅ്മിനീൻ വമാ ലക്കും അല്ലാ തഅകുലു മിമ്മാ ദുകിറ സ്മുല്ലാഹി അലൈഹി വഖദ് ഫസ്സല ലക്കും മാ ഹറമ അലൈക്കും എന്ന് തുടങ്ങി ആയത്തുകൾ അവതീർണമാകുന്നത് ആ വിഷയത്തിൽ. അള്ളാഹുവിൻ്റെ നാമം സ്മരിച്ച് ബിസ്മില്ല ചൊല്ലി അറുത്തത് നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക. അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ച് അറുത്തത് എന്തിനു നിങ്ങൾ തിന്നാതിരിക്കണം? വഖദ് ഫസ്സല ലക്കും മാ ഹറമ അലൈക്കും, നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയതെല്ലാം അവൻ നിങ്ങൾക്ക് വ്യക്തമാക്കിയിരിക്കെ എന്ന് തുടങ്ങിയുള്ളതായ വചനങ്ങൾ ഈ വിഷയത്തിലാണ് അവതീർണമായത്. അതിന് തുടർച്ചയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വലാ തഅകുലു മിമ്മാ ലം യുദ്കർ ഇസ്മുല്ലാഹി അലൈഹി വഇന്നഹു ലഫിസ്ഖ് വഇന്ന അശ്ശയാത്തീന ലയൂഹൂന ഇലാ ഔലിയാഇഹിം ലിയുജാദിലൂക്കും വഇൻ അതഅ്തുമൂഹും ഇന്നകും ലമുശ്രികൂൻ എന്ന്. അള്ളാഹുവിൻ്റെ നാമം പറയപ്പെടാത്ത, ബിസ്മില്ല ചൊല്ലാത്ത മാംസം അത് നിങ്ങൾ തിന്നരുത്, അത് അധർമ്മമാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ് പിന്നെ ഈ ആളുകളുടെ തർക്കവുമായി ബന്ധപ്പെട്ട വിഷയമാണ് വഇന്ന ശയാത്തീന ലയൂഹൂന ഇലാ ഔലിയാഇഹിം ലിയുജാദിലൂക്കും. ശൈത്താന്മാർ അവൻ്റെ മിത്രങ്ങൾക്ക് നിങ്ങളോട് തർക്കിക്കുവാൻ ബോധന നൽകുന്നു എന്ന് തുടങ്ങിയുള്ള വിഷയമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധങ്ങളെ എണ്ണിയത്? നമ്മൾ പറഞ്ഞു ത്വയ്യിബാത്ത് ഭക്ഷിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചപ്പോൾ എന്താണ് ത്വയ്യിബാത്ത് എന്നത് അറിയൽ അനിവാര്യമായി. ആ വിഷയം അന്വേഷിക്കപ്പെട്ടു. അപ്പോൾ ത്വയ്യിബാത്ത് അഗണ്യമാണ്, ഏറെ അധികമാണ്. എന്നാൽ നിഷിദ്ധം നിർണിതമാണ്, പരിമിതമാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധങ്ങളെ എണ്ണി. ഈ നിഷിദ്ധങ്ങളെ എണ്ണിയപ്പോൾ അള്ളാഹുവിൽ നിന്ന് പ്രയോഗം വന്നത് ഇന്നമാ ഹറമ അലൈക്കും, നിങ്ങളുടെ മേൽ ഹറാമാക്കിയത് ഇവ മാത്രമാണ് എന്ന ശൈലിയിലാണ്. എന്തിന് ഈ ശൈലി വന്നു? അള്ളാഹു എണ്ണിപ്പറഞ്ഞ ഈ നിഷിദ്ധങ്ങൾക്കപ്പുറം വിശുദ്ധമായ പലതിനെയും അശുദ്ധമാണെന്ന് വിധിച്ച് അതിനോട് അന്യം നിൽക്കുന്ന ദുരവസ്ഥ ബഹുദൈവവിശ്വാസികൾക്കുണ്ടായിരുന്നു. വിശുദ്ധമായതിനെ പലതിനെയും അവർ തങ്ങൾക്ക് വിരോധിച്ചു, വിലക്കി. അങ്ങനെ അവർ വിലക്കുന്ന കാലം വിശുദ്ധമായത് അവരുടെ കൺമുമ്പിലുണ്ട്, കൈപ്പിടിയിലുണ്ട്. എന്നിട്ടും അവർ അശുദ്ധമായ ശവം തിന്നുന്നു, ചോര കുടിക്കുന്നു. വിശിഷ്ടമായതിനെയും വിശുദ്ധമായതിനെയും അവർ ഉപയോഗിക്കുന്നേയില്ല. അതിലവർക്ക് വിരക്തി. എന്നാൽ അശുദ്ധമായതിൽ, ശവത്തിൽ, ചോരയിൽ ഒക്കെ അവർക്ക് തികഞ്ഞ ആസക്തിയും അനുഭൂതിയും. കേവലം മാംസത്തിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, അവർ ശവം തിന്നുമ്പോൾ, ചോര കുടിക്കുമ്പോൾ ആട്, മാട്, ഒട്ടകങ്ങളെ അതിൻ്റെ മാംസവും പാലും മാത്രമല്ല അവർ തങ്ങൾക്ക് വിലങ്ങിയത്. പ്രത്യുത കൃഷി ഉൽപ്പന്നങ്ങളും പഴവർഗ്ഗങ്ങളും കായ്ക്കനികളുമൊക്കെ അവർ തങ്ങൾക്ക് വിലങ്ങുന്ന, നിഷിദ്ധമാക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ഒന്ന് ബോധവൽക്കരിക്കുവാനും അവരുടെ ഈ ബുദ്ധിശൂന്യതയെ ഉണർത്തുവാനും അവർ കേൾക്കുന്ന ശൈലിയിലാണ് പ്രയോഗം കൊണ്ടുവന്നത്. അതാണ് ഇന്നമാ ഹറമ അലൈക്കും എന്നുള്ള പ്രയോഗം. ഏറെക്കുറെ മുഫസ്സിരീങ്ങളിൽ പലരും ഈ ഒരു വിഷയത്തിലേക്ക് സൂചന നൽകിയിട്ടുണ്ട്. ആ വിഷയം ഉൾക്കൊള്ളുവാൻ ചില ചരിത്രങ്ങളെ ഞാനിവിടെ അനുസ്മരിച്ചു എന്ന് മാത്രം.